الحمدلله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മളിൽ നിന്ന് കുറേശ്ശെയായി ഇനി തിരിച്ചു വരാത്തവണ്ണം അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചില അല്പമൊക്കെ നിരാശയോടുകൂടി സങ്കടത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന കാര്യം, അള്ളാഹു നൽകിയ ഈ ഒരു അവസരം, റമദാനിൻ്റെ പവിത്രമായ രാവുകളും പകലുകളും ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ആകയാൽ എനിക്ക് ലഭ്യമായ അവസരങ്ങൾ ഞാനതിൻ്റെ പരമാവധിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാൻ, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്വർഗലോകത്ത് അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുന്ന രൂപത്തിൽ നമ്മളുടെ ഇരവ് പകലുകളെ മാറ്റിയെടുക്കാൻ നമ്മൾ കഠിനമായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും. ദിക്റുകളുടെ മഹാത്മ്യം പറയുന്നിടത്ത് ദിക്റുകൾ 3 തരമാണ് എന്നും അതിലൊന്ന് നാവ് കൊണ്ടുള്ള ദിക്റുകളാണ്, മറ്റൊന്ന് ശരീരം കൊണ്ടുള്ള ദിക്റുകളാണ്. ദിക്റു ബിൽ ഖൽബി വദിക്റു ബിൽ ലിസാനി വദിക്റു ബിൽ ജവാരിഹ്. മനസ്സുകൊണ്ടുള്ള ഒരു ദിക്റ്, നാവ് കൊണ്ടുള്ള ഒരു ദിക്റ്, ശരീരം കൊണ്ടുള്ള ഒരു ദിക്റ്. ശരീരം കൊണ്ടുള്ള ദിക്റ് എങ്ങനെയാണ് നമുക്ക് നിറവേറ്റാൻ കഴിയുക എന്നത് ഈ പരിശുദ്ധ റമദാൻ സാക്ഷിയായി നമുക്ക് വളരെ വേഗത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് നടത്തുവാൻ വേണ്ടി നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: സജദലക സവാദി വ ഖയാലി വ ആമന ബിക ഫുആദി വ അബൂഉ ബിനിഅമതിക അലയ്യ വ ഹാദിഹി യദി വമാ ജനൈതു അലാ നഫ്സി. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. സജദലക സവാദി, എൻ്റെ തലമുടി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും ഉച്ചിയിലുള്ള അവയവം, അത് ഞാൻ നിനക്കിതാ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു. വഹയാലി, എൻ്റെ ഭാവനകൾ, എൻ്റെ ചിന്തകളും മുഴുവനും ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു. വ ആമന ബിക ഫുആദി, എൻ്റെ ഹൃദയം നിന്നിലുള്ള ഈമാൻ കൊണ്ട് കോൾമയിർ കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നു. വ അബൂഉ ബിനിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ സകലമാന നിഅമത്തുകളും, കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവി, നാസാരന്ധ്രങ്ങളുടെ പ്രവർത്തനം, നാവിൻ്റെ സംസാരശേഷി, വായിൻ്റെ പ്രത്യേകത, പല്ലുകളുടെ പ്രത്യേകത, കാതിൻ്റെ കേൾവിശക്തി, മുഖത്തിൻ്റെ സൗന്ദര്യം, തലച്ചോറ്, അതിൻ്റെ ചിന്താശേഷി, അവിടെ നിന്ന് എൻ്റെ കൈകളുടെ കാലുകളുടെ പ്രവർത്തന സജ്ജത, എൻ്റെ ആരോഗ്യം മുതലായവയെല്ലാം സജദലക, ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു. വഹാദിഹി യദി, എൻ്റെ കൈകളിതാ, വമാ ജനൈതു അലാ നഫ്സി, ഇതുകൊണ്ട് എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഉൾപ്പെടെ ഞാനിതാ സമ്മതിച്ച് ഏറ്റുപറയുന്നു എന്നിടത്തുണ്ട്. ദിക്റു ബിൽ ജവാരിഹ് എന്നതെങ്ങനെയായിരിക്കണം എന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ, ഇംതിസാലുൽ അവാമിരി വന്നവാഹി മിനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ പാലിക്കുക. കാണരുത് എന്ന് പറഞ്ഞത് കാണാതിരിക്കുകയും കേൾക്കരുത് എന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കുകയും നിരോധിതങ്ങളായ മേഖലകളിൽ എല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുന്നതോടൊപ്പം ചെയ്യണമെന്ന് പറഞ്ഞത് ഏതു പ്രകാരം ചെയ്യണമെന്നാണോ പറഞ്ഞത് അതുപ്രകാരം ചെയ്യുക എന്നത് ദിക്റു ബിൽ ജവാരിഹ് എന്നതിൻ്റെ താല്പര്യമാണ്. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ, ഉമിർത്തു അൻ അസ്ജുദ അലാ സബഅത്തി അഅ്ളുമി, 7 അവയവങ്ങൾ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 7 അവയവങ്ങളായ കൈപ്പടങ്ങൾ, കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ,
നെറ്റി, മൂക്ക് എന്നിവ മണ്ണിൽ ശരിയായ വണ്ണം മണ്ണിൽ തട്ടിയാൽ മാത്രമേ സുജൂദ് ശരിയാവുകയുള്ളൂ എന്നതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടപ്പിൽ വരുത്തുക എന്നതാണ് ശരീരം കൊണ്ടുള്ള, അവയവങ്ങൾ കൊണ്ടുള്ള ദിക്ർ. അത് നമ്മളിപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് നിലനിർത്തി പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.